iPlus ട്രെയിനിങ് സൊല്യൂഷനിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് സുപ്പീരിയറും ലിമിറ്റ് ഇൻഫീരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQs ആണ്. അപ്പൊ നേരിട്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: The sequence -1 all raised to n is convergent, divergent, oscillatory. ഒരു സീക്വൻസിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ പല മെത്തേഡിൽ ചെക്ക് ചെയ്യാം. ഒന്ന് അതിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ട് ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ അതിന്റെ ലിമിറ്റ് ഇൻഫിമവും ലിമിറ്റ് സുപ്പീരിയറും കണ്ടെത്തിയിട്ട് അത് ഈക്വൽ ആണോ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആണോ അതിന്റെ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ സീക്വൻസിലെ എലമെന്റ്സ് എങ്ങനെയാ ഉണ്ടാവുക? -1 all raised to n ലെ n ഓഡ് ആവുന്ന സമയത്തൊക്കെ -1ഉം n ഈവൺ ആവുമ്പോൾ 1 അല്ലെ. അപ്പൊ ഇങ്ങനെ 1 -1 1 ആ രീതിയിലാണ് ഇതിലെ സീക്വൻസ് വരിക. ഇനി എന്താണ് ഇതിന്റെ ലിമിറ്റ് പോയിന്റ്സ്? ലിമിറ്റ് പോയിന്റ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ലിമിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് -1ഉം 1ഉം ആണ് ഇതിന്റെ ലിമിറ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. നോക്കൂ എങ്ങനെയാണ് നമ്മളത് ചെക്ക് ചെയ്യുക? -1 ലിമിറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ -1 കൺസിഡർ ചെയ്യുക. ആ പോയിന്റിന്റെ ഏതൊരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആ നെയ്ബർഹുഡിൽ ഈ സീക്വൻസ് ANലെ ഇൻഫൈനൈറ്റ്ലി മെനി പോയിന്റ്സ് മതി. നോക്കൂ, -1 എടുത്തു കഴിഞ്ഞാൽ ഈ സീക്വൻസിലെ ഒരുപാട് -1 ഇങ്ങനെ കുറെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള -1 എന്തുണ്ടാവും? അതിന്റെ ചുറ്റും ആ നെയ്ബർഹുഡിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? -1 ഇസ് എ ലിമിറ്റ് പോയിന്റ്. സിമിലർലി 1 എന്നൊരു പറയുന്നത് ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. 1നെ കൺസിഡർ ചെയ്യുന്ന ഏതൊരു 1 എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു നെയ്ബർഹുഡ് എടുത്തു കഴിയുമ്പോൾ ഏതൊരു ചെറിയ നെയ്ബർഹുഡ് എടുത്താലും അതിൽ ഒരുപാട് 1 ഉണ്ടാവില്ല ഈ സീക്വൻസിലെ. സോ നമുക്ക് എന്ത് പറയാം? 1 ഇസ് ഓൾസോ എ ലിമിറ്റ് പോയിന്റ് എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഈ ലിമിറ്റ് പോയിന്റ്സ് എന്ന് ലിമിറ്റ് ഇൻഫിമവും അതേപോലെ ലിമിറ്റ് സുപ്പീരിയറും നമ്മൾ കണ്ടെത്തുന്നത്? ലിമിറ്റ് സുപ്പീരിയർ ഓഫ് സീക്വൻസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ലിമിറ്റ് പോയിന്റ്സിൽ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ആൾ ആരാ നോക്കുക. ലിമിറ്റ് പോയിന്റ്സിൽ മാക്സിമം ആരാ? 1. സോ ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് സീക്വൻസ് AN ഏതാ ഉണ്ടാവുക? അതില് ഏറ്റവും ലോവസ്റ്റ് ആയി കിടക്കുന്ന ആരാ നോക്കുക ലിമിറ്റ് പോയിന്റിൽ? അത് -1 ആണ്. സോ -1 ആണ്. ഓക്കെ, അപ്പൊ ലിമിറ്റ് ഇൻഫീരിയറും കിട്ടി, ലിമിറ്റ് സുപ്പീരിയറും കിട്ടി. ഇനി നോക്കുക, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ? ഇവർ രണ്ടുപേരും ഈക്വൽ അല്ല അല്ലെ. അപ്പോ ഒരു സീക്വൻസ് ഓസിലേറ്ററി ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ലിമിറ്റ് സുപ്പീരിയർ നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫീരിയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് ഓസിലേറ്ററി എന്ന് പറയാം. ഇനി ഡൈവേർജന്റ് ആവാനുള്ള കണ്ടീഷൻ ലിമിറ്റ് സുപ്പീരിയർ is equal to limit inferior is equal to some infinity അല്ലെങ്കിൽ -infinity ആണെങ്കിൽ we can say it is divergent. ഇനി എപ്പോഴാ കൺവേർജന്റ് എന്ന് പറയുക? ലിമിറ്റ്സ് AN superior, limit superior is equal to limit inferior equal to some limit L. ഇതാണെങ്കിൽ നമുക്കത് കൺവേർജന്റ് എന്ന് പറയാം. അപ്പൊ കൺവേർജന്റ് ആണെങ്കിൽ രണ്ടും ഈക്വൽ ആവണം ഒരു ലിമിറ്റ് എല്ലിനോട്. പക്ഷെ ഇവിടെ നോക്കൂ, ലിമിറ്റ് ഇൻഫിമവും അതേപോലെ ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ അല്ല അല്ലെ. ഒന്ന് 1 ആണെങ്കിൽ മറ്റേ -1 ആണ്. സോ ഒബിയസ്ലി ഇതിന്റെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ സി ഓസിലേറ്ററി ആണ്. വെറും ഓസിലേഷൻ മാത്രമല്ല, ഫൈനൈറ്റ് ഓസിലേഷൻ ആണ് ഉണ്ടാവുക. -1ന്റെയും 1ന്റെയും ഇടയിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഫൈനൈറ്റ് ഓസിലേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റിന്റെ ആൻസർ ഇസ് ഓപ്ഷൻ സി ഓസിലേറ്ററി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ സീക്വൻസ് 2 raised to n ആണ് അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ എലമെന്റ്സ് എങ്ങനെയാ വരിക നോക്കാം. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, then 2 ക്യൂബ് 8. ഈ രീതിയിൽ ഇങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്ന ഒരു സീക്വൻസ് ആണിത്. ഓക്കെ, ഇത് കൺവേർജന്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിമിറ്റ് സുപ്പീരിയർ കണ്ടുപിടിച്ച് നോക്കാം. ലിമിറ്റ് സുപ്പീരിയറും ഇൻഫീരിയറും കാണാൻ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. ലിമിറ്റ് പോയിന്റ്സ് കാണാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാം അല്ലെ. എന്താണ് വേറെ മെത്തേഡ്? നമുക്ക് ലിമിറ്റ് സുപ്പീരിയർ ഓഫ് AN ആണ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ സീക്വൻസിൽ ഓരോ എലമെന്റ്സ് കളഞ്ഞിട്ടുള്ള സുപ്രീമം എടുക്കുന്നു. അതായത് സുപ്രീമം ഓഫ് സീക്വൻസ് 2 4 8 ഇതെടുക്കുന്നു. ഇതിന് സുപ്രീമം എന്താ വരിക? ഇൻഫിനിറ്റി അല്ലെ. ഇനി സുപ്രീമം ഓഫ് നമ്മൾ ഈ അടുത്ത എലമെന്റ് 2 കളയുക, അടുത്ത എലമെന്റ് മുതലുള്ള എടുക്കുക 4 8 എക്സെട്ര, അതെന്താ വരിക? ഇൻഫിനിറ്റി. ഇതേപോലെ അടുത്ത 4 കളയുക, 4 കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റ്സിന് എടുക്കുമ്പോഴും ഇൻഫിനിറ്റി. ഈ സുപ്രീമങ്ങളുടെ ഇൻഫിമത്തെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റ് സുപ്പീരിയർ എന്ന് പറയാം. അപ്പൊ ലിമിറ്റ് സുപ്പീരിയർ AN ഈക്വൽ ടു ഇൻഫിമം ഓഫ് ഓൾ ദിസ് സുപ്രീമം. ഈ സുപ്രീമത്തിന്റെ ഒക്കെ എല്ലാത്തിനും ഇൻഫിനിറ്റിയാ വരിക. എന്താണ് ഇൻഫിമം? ഇറ്റ് ഇസ് ഇൻഫിനിറ്റി. ഓക്കെ ആണോ? അപ്പൊ ലിമിറ്റ് സുപ്പീരിയർ ഇൻഫിനിറ്റിയാന്ന് കിട്ടി. സിമിലർലി നമുക്ക് എന്തും കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെ ലിമിറ്റ് ഇൻഫീരിയറും കാണാം അല്ലെ. ലിമിറ്റ് ഇൻഫീരിയർ കാണാൻ ആദ്യം എന്ത് ചെയ്യണം? ഇൻഫിമം ഓഫ്
2, 4, 8 ഈ രീതിയിൽ പോവുക. ഇതിന്റെ ഇൻഫിമ എന്താ വരിക? നോക്കൂ, ഏറ്റവും ചെറുത് 2 അല്ലെ. ഇനി ഇൻഫിമം ഓഫ് 2 കളഞ്ഞിട്ട് ബാക്കിയുള്ള എലമെന്റ് 4, 8 എക്സെട്ര. ഇതിന്റെ ഇൻഫിമം എന്താ വരുന്നത്? ഇറ്റ് ഇസ് 4. ഇനിയിപ്പോ അടുത്തത് നോക്കുകയാണെങ്കിൽ എന്താ വരിക? 8 വരും. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ 2⁴. ആ രീതിയിലാണ് പോകുന്നത്. ആ ഇൻഫിമത്തിന്റെ സുപ്രിമത്തെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റ് ഇൻഫിമം അല്ലെങ്കിൽ ഇൻഫീരിയർ എ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു സുപ്രിമം ഓഫ് ഈ ഇൻഫിമത്തിന്റെ, ഈ ഇൻഫീരിയേഴ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഒക്കെ സുപ്രിമത്തെയാണ്. അതപ്പോ ആരൊക്കെയാണ് സുപ്രിമം? 2, 4 എക്സെട്ര എന്ന് വരും അല്ലെ. ഈ സുപ്രീം എന്താ? 2, 4 എക്സെട്ര സംഗതിന്റെ ഇൻഫിനിറ്റി തന്നെയാണ്. സോ നോക്കൂ, നമുക്ക് എന്താ കിട്ടിയത്? ലിമിറ്റ് ഇൻഫിമം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് കിട്ടി, ലിമിറ്റ് സുപ്രീമവും ഇൻഫിനിറ്റി ആയി. നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ഇൻഫിനിറ്റി ആണ് കിട്ടുന്നത്, സുപ്പീരിയറും അതേപോലെ ഇൻഫീരിയറും. അപ്പൊ ആ സീക്വൻസ് എന്താ ഉണ്ടാവുക? ഇറ്റ് ഡൈവേർജസ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ ആണോ? രണ്ടും ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ വി ക്യാൻ സേ ഡൈവേർജസ് ടു പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതിലെ ഓപ്ഷൻ വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ബി ആണ്, ഡൈവേർജസ് ടു പ്ലസ് ഇൻഫിനിറ്റി. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് n⁻⁴ ഈസ്, അത് ഏതിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നത്? ഇനി കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. ഇപ്പൊ n⁻⁴ നമുക്ക് ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാലും മതി കൺവേർജൻസ് പറയാൻ വേണ്ടിയിട്ട് ആണല്ലോ. ഇപ്പൊ ലിമിറ്റ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻⁴ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് 1. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കണം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻⁴ is equal to 1. അപ്പൊ 1 എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഇതിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജൻസ് സീക്വൻസ് ആണ്. ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ മതി കൺവേർജൻസ് ആവാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് കൺവേർജസ് ടു, ഏതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് ഏതാ? 1 ആണ്. സോ ഇറ്റ് കൺവേർജസ് ടു 1. സോ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്, കൺവേർജസ് ടു 1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കൺവേർജൻസിന്റെ തന്നെയാണ്. സീക്വൻസ് 3n-1/4n + 2 n ബിലോങ്സ് ടു n. ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ, ഏതിലേക്കാണ് കൺവേർജന്റ് ആവുക? ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. നോക്കാം, നമുക്ക് ലിമിറ്റ് വെച്ചിട്ട് തന്നെ നോക്കാം അല്ലെ. ഇതും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3n-1 ഡിവൈഡഡ് ബൈ 4n + 2. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യുക? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം എന്നുള്ള രീതിയിലാണ് ഇത് വരിക അല്ലെ. സോ ഇതിൽ വേറെ റിസൾട്ട് നമുക്ക് അറിയുന്നതുണ്ട്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്താ? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഇറ്റ് ഈസ് ഓൾവേസ് 0. n എത്രത്തോളം ലാർജ് ആവുന്നോ അങ്ങനെയാണെങ്കിൽ 1/n ഏറ്റവും ക്ലോസർ ആയിട്ട് ഏത് ലിമിറ്റിന്റെ അടുത്തേക്കാണ് വരിക? 0 എന്ന് പറയുന്ന പോയിന്റിന്റെ അടുത്തേക്കായിരിക്കും 1/n ക്ലോസർ ആയിട്ട് വരുന്നത് അല്ലെ. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n 0 ആണ്. അപ്പൊ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇവിടെ 3n-1/4n + 2 ഞാൻ n കോമൺ എടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റിസൾട്ട്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു അല്ലെ 3-1/n ഡിവൈഡഡ് ബൈ n ഇൻറ്റു 4 + 2/n എന്നാണ് വരിക. ഓക്കെ, എന്നും ക്യാൻസൽ ചെയ്താൽ വി വിൽ ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 3-1/n ഹോൾ ഡിവൈഡഡ് ബൈ 4 + 2/n എന്ന് വരും. നോക്കൂ, നേരത്തെ പറഞ്ഞ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ എന്താണ് ആൻസർ വരിക? n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് 1/n എന്ന് പറയുന്നത് എങ്ങോട്ട് ടെൻഡ് ചെയ്യും? 0-ലേക്കാണ് ടെൻഡ് ചെയ്യുക. സിമിലർലി 2/n എങ്ങോട്ട് ടെൻഡ് ചെയ്യും? 0-ലോട്ട്. സോ ദ റിസൾട്ടന്റ് ആൻസർ എന്താ വരിക? 3/4 എന്ന് പറയുന്നതാണ് നമ്മുടെ ലിമിറ്റ് ആയിട്ട് കിട്ടുക. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സീക്വൻസിന്. ഒരു ലിമിറ്റ് 3/4 ഫൈനൈറ്റ് ലിമിറ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജന്റ് ആണ്. എങ്ങോട്ടാ കൺവേർജ് ചെയ്യുക? ഈ 3/4 എന്ന് പറയുന്ന ലിമിറ്റിലേക്കായിരിക്കും. സോ ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കൺവേർജസ് ടു 3/4. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് an വേർ an equal to 1 + 1/2 + 1/4 + etc. + 1/2n converges to. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലിനറിയാം ഈ സീക്വൻസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സീക്വൻസാ? ഇതൊരു ജോമെട്രിക് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് അല്ലെ. ആക്ച്വലി വരുന്നത് 1 + 1/2 വെച്ചിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ഒരു സീരീസ് ആണ് ഇത്. അപ്പൊ ഇത് സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫോർ ഓൾ n, ഓക്കെ, n ബിലോങ്സ് ടു n, നമുക്ക് ഇത് എങ്ങോട്ടാണ് ഇത് കൺവേർജന്റ് ആവുന്നത് നോക്കണം. അപ്പൊ എന്താണ്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം അല്ലെ. ഫൈനൈറ്റ് ലിമിറ്റ് കിട്ടുമോ നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറയുമ്പോൾ ഇവിടുത്തെ n 1 + 1/2 + etc. + 1/2n ആണ്. ഇതൊരു ജോമെട്രിക് സീരീസ് ആയതുകൊണ്ട് തന്നെ ജോമെട്രിക് സീരീസിന്റെ സം
എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാം, എങ്ങനെയാ കാണുക? Sn, സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. വെന്നെവർ, എപ്പോഴാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക? വെന്നെവർ 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആർ ആവുമ്പോൾ. ഓക്കെ, ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആർ എന്താ? ആർ ഇസ് ദ കോമൺ റേഷ്യോ. വാട്ട് ഇസ് ആർ ഹിയർ? 1/2 ആണ് അല്ലേ? ഓക്കെ, വാട്ട് ഇസ് എ ഹിയർ? എ ഇസ് ദ ഫസ്റ്റ് ടേം, അത് 1 ആണ്. ഓക്കെ, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക? ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സമ്മ് എന്ന് പറയുന്നത് a ഇൻറ്റു a ഇസ് 1 ഇൻറ്റു 1 മൈനസ് ആർ ഇസ് 1/2 റേസ് ടു n അല്ല ഇവിടെ വരുന്നത്, n+1 ആണ്. കാരണം n+1 ടേംസ് ഇല്ലേ, ഇൻക്ലൂഡിംഗ് 1. ടോട്ടൽ ഇതുവരെ n ആണ്, ഇൻക്ലൂഡിംഗ് 1, n+1 ടേംസ് ഉണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ, ആർ ഇസ് 1/2. ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1/2 റേസ് ടു n+1. ഇനി 1 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 1/2 ആണ്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 ഇൻറ്റു n ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, n ടെൻസ് ടു ഇൻഫിനിറ്റി, n വളരെ ലാർജ് ആവുന്ന സമയത്ത് 1/2 റേസ് ടു n+1 എന്തായിരിക്കും? ഇറ്റ് ഇസ് ക്ലോസർ ടു 0 അല്ലെ? ഭയങ്കരമായിട്ട് സീറോയിലോട്ട് ക്ലോസർ ആയിട്ടായിരിക്കും 1/2 റേസ് ടു n+1 വരിക. സോ ഇവിടുത്തെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദാറ്റ് ഇസ് 2 ഇൻറ്റു 1 എന്നാണ് വരിക. ഈ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 2 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 2. സോ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റ് ഫൈനൈറ്റ് ലിമിറ്റ് ആണ്. സോ യു ക്യാൻ സേ എന്ത്? ഈ സീക്വൻസ് കൺവേർജന്റ് ആണ്. കൺവേർജസ് ടു വാട്ട്? ലിമിറ്റ് 2. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി 2. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് an ഈക്വൽ ടു n റേസ് ടു n ഇൻറ്റു -1 ഓൾ റേസ് ടു n ബി എ സീക്വൻസ്, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ? ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടതിന്റെ ഓപ്ഷൻ തന്നെയാണ്. നോക്കൂ, ഓപ്ഷനിൽ ലിമിറ്റ് സുപ്രീമം ചോദിച്ചിട്ടുണ്ട്, ലിമിറ്റ് ഇൻഫിമോ ഒക്കെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ സീക്വൻസ് എന്താണ്, ഈ സീക്വൻസ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ an എന്ന് പറയുന്ന സീക്വൻസ് n ഇൻറ്റു -1 ഓൾ റേസ് ടു n. അപ്പൊ ഇവിടെ രണ്ട് -1 ഓൾ റേസ് ടു n ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സീക്വൻസിലെ എന്നിന്റെ ടേം ഓഡ് ആവുമ്പോഴും എന്നിന്റെ ടേം ഈവൺ ആവുമ്പോഴും നമുക്ക് എന്താണ് ഈ സീക്വൻസിലെ എലമെന്റ്സ് വരിക എന്ന് ചെക്ക് ചെയ്യണം. -1 ഓൾ റേസ് ടു n ആകുമ്പോൾ n ഓഡ് ആകുമ്പോഴും n ഈവൺ ആകുമ്പോഴും എന്താണെന്ന് നോക്കണം. നോക്കൂ, -1 ഓൾ റേസ് ടു n ഓഡ് ആവുമ്പോൾ ആൻസർ ഇവിടെ -n ആവും. സോ n റേസ് ടു -n ആണ് ആൻസർ വരിക. n റേസ് ടു -n വരും 1/n റേസ് ടു n എഴുതാലോ. ഓക്കെ, ഇനി ഈവൺ ആവുന്ന സമയത്ത് എന്താ? ഇവിടെ -1 ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 1 ആയിരിക്കും. അപ്പൊ ആൻസർ n റേസ് ടു n. അപ്പൊ ഈ സീക്വൻസ് രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ പറയാം. n ഓഡ് ആകുമ്പോഴും n ഈവൺ ആകുമ്പോഴും നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ലിമിറ്റ് സുപ്രീമോം ലിമിറ്റ് ഇൻഫിമോ ഒക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരുന്നത്. സോ ലിമിറ്റ് സുപ്രീമോ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ ലിമിറ്റ് എന്താ നോക്കാം. ഓക്കെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ഈക്വൽ ടു നോക്കാം. n ഓഡ് ആവുന്ന സമയത്ത് എന്താ വരുന്നത്? 1/n റേസ് ടു n. എന്നിന്റെ വാല്യൂസ് വളരെ ലാർജ് ആകുമ്പോൾ, അതായത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1/n റേസ് ടു n എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക? 0ലോട്ടല്ലേ? അപ്പൊ n ഓഡ് ആകുമ്പോൾ 0. ഇനി n റേസ് ടു n ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. n റേസ് ടു n എന്ന് പറയുന്നത് നമുക്കറിയാം. നോക്കൂ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു n. n വളരെ വളരെ ലാർജ് ആവുന്ന സമയത്ത് n റേസ് ടു n എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? അത് ഇൻഫിനിറ്റിയിലേക്കല്ലേ ടെൻഡ് ചെയ്യുക? വളരെ വളരെ ലാർജ് ആയിട്ടല്ലേ വരെ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ n വളരെ ലാർജ് ആവുന്ന സമയത്ത് n റേസ് ടു n വളരെ ലാർജായി വന്നുകൊണ്ടിരിക്കുക, അതായത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് ഇൻഫിനിറ്റി വെൻ n ഈസ് ഈവൺ. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ലിമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് സുപ്രീമം an എന്ന് പറയുന്നത് ഈ ഒരു ലിമിറ്റിലെ ഏറ്റവും ലാർജസ്റ്റ് ഏതാ നോക്കിയാൽ ഇത് തന്നെയാണ് ഇതിന്റെ ലിമിറ്റ് പോയിന്റ്സ് വരിക. ഏറ്റവും ലാർജസ്റ്റ് ഏതാ? ഇൻഫിനിറ്റി. ഇനി ലിമിറ്റ് ഇൻഫീരിയർ എന്താ എന്ന് പറയുമ്പോൾ അത് 0 ആണ് വരിക. നോക്കൂ, ഇൻഫിനിറ്റി ആണ് ഒന്ന്, 0 ആണ് ഒന്ന്. ലിമിറ്റ് ഇൻഫീരിയറും ലിമിറ്റ് സുപ്പീരിയറും ഇവിടെ എന്താ? ഈക്വൽ അല്ല. ഈക്വൽ അല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഈക്വൽ അല്ലെങ്കിൽ ആ സീക്വൻസ് എന്തായിരിക്കും? ഓസിലേറ്ററി സീക്വൻസ് ആയിരിക്കും. ഇവിടെ ഇൻഫിനിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് ഡൈവേർജന്റ് അല്ലേ? അങ്ങനെ പറയരുത്. ഡൈവേർജന്റ് ആവുന്നത് എപ്പോഴാ? ലിമിറ്റ് സുപ്പീരിയറും ലിമിറ്റ് ഇൻഫീരിയറും രണ്ടും ഒന്നെങ്കിൽ ഇൻഫിനിറ്റി ആവണം കേട്ടോ. അപ്പൊ രണ്ടും ഇൻഫിനിറ്റി അല്ല, ഒന്ന് 0 ആണെങ്കിൽ മറ്റേ ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓസിലേറ്ററി ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ റൈറ്റ്? ഇതാ ഇവിടെ തന്നെ ഫോർത്ത് ഓപ്ഷൻ an is an ഓസിലേറ്ററി സീക്വൻസ്. അത് നമുക്ക് ടിക്ക് ഇടാം. ഇനി ലിമിറ്റ് സുപ്രീമം an 0 ആണോ?
ലിമിറ്റ് സുപ്രീം ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ലിമിറ്റ് ഇൻഫിനിമം എ എന്ന് പറയുന്നത് നോക്കൂ 0 ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഇപ്പൊ 1, 2, 4 ആണ് ഇതിൽ ട്രൂ. ഒന്നും കൂടി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? 1, 2 ആൻഡ് 4. ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം 4ഉം വരുന്നത്. അതുകൊണ്ട് അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അതും ഇതേപോലൊരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് ഇൻഫിമത്തിന്റെയും സുപ്രീമത്തിന്റെയും ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. അതാണ് ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾ ട്രൂ ആവുന്നതായിരിക്കും, ആ ഒരു പെട്ടെന്ന് എഴുതുന്ന സമയത്ത് ട്രൂ ആവുന്നതായിരിക്കും നിങ്ങൾ ടിക്ക് ചെയ്യുക, ആൻസർ തെറ്റും, മൈനസ് മാർക്ക് അടിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കണം. നോട്ട് ട്രൂ ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫോൾസ് ആയതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ലിമിറ്റ് ഇൻഫിമം സുപ്രീമം വെച്ചിട്ട് കൺവേർജൻസും ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓപ്ഷനിലേക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓപ്ഷൻ നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ സീക്വൻസ് വന്നു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ -1 ഓൾ റൈസ് ടു n ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം എന്ത് ചെയ്യണം? ഈ സീക്വൻസിലെ എലമെന്റ്സ് n ഓഡ് ആവുമ്പോഴും n ഈവൺ ആവുമ്പോഴും എങ്ങനെയാ വരുന്നതെന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, n ഓഡ് ആവുന്ന സമയത്ത് -1 ഓൾ റൈസ് ടു n എന്ന് പറയുന്നത് -1 ആവും. 1 -1 എന്നാണ് ഇവിടെ വരിക അല്ലെ. അപ്പൊ 1 - 1 0 ആണ്. അപ്പൊ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ n ഓഡ് ആകുമ്പോ? 1/3 റൈസ് ടു n. ഇതേപോലെ n ഈവൺ ആവുന്ന സമയത്ത് -1 ഓൾ റൈസ് ടു n എന്ന് പറയുന്നത് പോസിറ്റീവ് 1 ആവും. അപ്പൊ 1 + 1 + 1/3 റൈസ് ടു n ആ വരിക. 1 + 1 is 2. അപ്പൊ 2 + 1/3 റൈസ് ടു n ആണ് n ഈവൺ ആവുന്ന സമയത്ത്. ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഇനി നിങ്ങൾ ഇതിന്റെ ലിമിറ്റ് സുപ്രീമവും ഇൻഫിമവും നോക്കി കഴിഞ്ഞാലേ ഇതിന്റെ കൺവേർജൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an എന്താണെന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, ഇൻഫിനിറ്റിയിലേക്ക് n ടെൻഡ് ചെയ്യുന്ന സമയത്ത് 1/3 റൈസ് ടു n എങ്ങോട്ട് ടെൻഡ് ചെയ്യും? 1/3 റൈസ് ടു n എന്ന് പറയുന്നത് 0യിലേക്ക്, 0ന്റെ വളരെ ക്ലോസർ ആയിട്ടാണ് വരിക. സോ 0യിലേക്കാണ് ടെൻഡ് ചെയ്യുക n ഓഡ് ആവുമ്പോൾ. ഇനി ഇവിടെ ആണെങ്കിലോ n ഈവൺ ആവുന്ന സമയത്ത് നോക്കൂ, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി an എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുക? 1/3 റൈസ് ടു n നേരത്തെ പറഞ്ഞ പോലെ 0യിലേക്ക് ടെൻഡ് ചെയ്യും. അതുകൊണ്ട് 2 + 1/3 റൈസ് ടു n എങ്ങോട്ട് ടെൻഡ് ചെയ്യും? 2യിലേക്കാണ് ക്ലോസർ ആയിട്ട് വരിക. സോ 2 whenever n ഈസ് ഈവൺ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് സുപ്രീമം ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് സുപ്രീമം an കണ്ടെത്തണം. എന്താ ലിമിറ്റ് സുപ്രീമം? ലിമിറ്റിലെ ഏറ്റവും, ലിമിറ്റ് പോയിന്റ്സിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള, ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള നോക്കിയാൽ മതി. അത് 2 ആണ്. സോ ലിമിറ്റ് സുപ്പീരിയർ 2 ആണ്. ഇനി ലിമിറ്റ് ഇൻഫീരിയർ നോക്കണം. ലിമിറ്റ് ഇൻഫീരിയർ എന്താ വരിക? ഏറ്റവും ചെറുത് ഏതാ നോക്കിയാൽ മതി. അത് 0 ആണ്. സോ ലിമിറ്റ് ഇൻഫീരിയറും ലിമിറ്റ് സുപ്പീരിയറും ഒന്ന് 2 ഒന്ന് 0 ആണ്. അപ്പൊ ഓപ്ഷനിൽ ഏതാ നോക്കാം? ലിമിറ്റ് സുപ്പീരിയർ an 2 കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. നോക്കണം, നോട്ട് ട്രൂ ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റ് ഇൻഫിമം an -1 എന്നാണ് പറയുന്നത്. അത് ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 3 an is convergent sequence. നോക്കൂ, an കൺവേർജന്റ് ആണോ? കൺവേർജന്റ് ആവണമെങ്കിൽ രണ്ടും ഈക്വൽ ആവണം. ഇവിടെ രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പൊ എന്തല്ല? കൺവേർജന്റ് അല്ല. അപ്പൊ ഇതെന്താണ്? an is convergent sequence എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ലിമിറ്റ് സുപ്രീമം an നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം an കറക്റ്റ് അല്ലേ? ലിമിറ്റ് സുപ്രീമം 2 മറ്റേത് 0 ആണ്. അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ചെക്ക് ചെയ്യേണ്ടത് നോട്ട് ട്രൂ. ട്രൂ അല്ലാത്തത് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ് ട്രൂ അല്ലാത്തത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അത് ശരിക്കും ശ്രദ്ധിക്കണം. ഫോൾസ് ആയിട്ടുള്ളതാണോ ട്രൂ ആയിട്ടുള്ളതാണോ അവർ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 8th ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആണ്. സീക്വൻസ് xn തന്നിട്ടുണ്ട്, y എന്ന് പറയുന്ന ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. Then which of the following is true about the sequences sequence xn and yn? xn yn നോക്കുമ്പോൾ ട്രൂ അല്ലാത്ത ഈസ് ട്രൂ അബൌട്ട് എന്നാണ്. ട്രൂ ആയത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം, xn എന്ന് പറയുന്ന സീക്വൻസ് y എന്താ? -1 ഓൾ റൈസ് ടു n. ഓപ്ഷനിൽ നോക്കുമ്പോൾ അത് കൺവേർജൻസ് വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൺവേർജൻസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇതിന്റെ yn എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സീക്വൻസ് ആണ്. -1 ഓൾ റൈസ് ടു n ഇസ് പ്യുവർലി എന്താണ്? ഇത് ഓസിലേറ്ററി സീക്വൻസ് ആണ് അല്ലെ. അപ്പൊ അത് കൺവേർജന്റ് ആണോ? ഇറ്റ് ഓസിലേറ്റ് ബിറ്റ്വീൻ -1 and 1. നോ, ഇറ്റ് ഇസ് നോട്ട് കൺവേർജന്റ്. അപ്പൊ yn കൺവേർജന്റ് അല്ല. അപ്പൊ പിന്നെ xന്റെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. xനും അപ്പൊ എന്താ? xn കൺവേർജന്റ് ആയാലും കൺവേർജന്റ് അല്ലെങ്കിലും ഈ a എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ് അല്ലെ. കാരണം ഇവിടെ yn കൺവേർജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. yn ഓസിലേറ്ററി നമുക്കറിയാം. അപ്പൊ അത് നേരിട്ട് നമുക്ക് റോങ് ആയിട്ട് കൊടുക്കാം. ഇനി അടുത്തത് xn into yn is convergent. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ പ്രൊഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ആ സീക്വൻസ്. അപ്പൊ xn y എന്ന് പറയുന്ന സീക്വൻസ് എങ്ങനെയാ വരിക? xn എന്ന് പറഞ്ഞാൽ 1/1 plus n² ആണ്. y എന്ന് പറഞ്ഞാൽ -1 all raised to n ആണ്. സോ -1 all raised to n divided by 1 plus n² എന്നാണ് ആ സീക്വൻസ് വരിക.
കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ലിമിറ്റ് അല്ലെ, ലിമിറ്റ് എന്താണെന്ന് നോക്കിയാൽ മതി. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പൊ -1 ഓൾറേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ n ഓഡ് ആണെങ്കിലും n ഈവൺ ആണെങ്കിലും എന്താണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. n ഓഡ് n ഈവൺ എന്താണ് ഓഡ് ആവുമ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് സീക്വൻസ് വരിക? -1 ഓൾറേസ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. സോ -1/1 + n². ഇനി n ഈവൺ ആവുമ്പോഴോ പോസിറ്റീവ് 1 ആണ്, 1/1 + n². അപ്പൊ n ഓഡ് ആവുമ്പോഴും n ഈവൺ ആവുമ്പോഴും രണ്ട് രീതിയിലാണ് ഈ സീക്വൻസ് വന്നിരിക്കുന്നത് അല്ലെ. ഇനി ഇതിന്റെ എന്താ ചെക്ക് ചെയ്യണം? കൺവേർജൻസ് ചെക്ക് ചെയ്യണം. അപ്പൊ ഇതിന്റെ ലിമിറ്റ് ചെക്ക് ചെയ്താൽ മതി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an. n വളരെ ലാർജ് ആകുമ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ an എങ്ങോട്ടാ ടെൻഡ് ചെയ്യുന്നത്? -1/1 + n² എന്ന് പറയുന്നത് വളരെ ക്ലോസർ ടു 0 ആവില്ലേ അല്ലെ. n² എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ -1/1 + n² എന്ന് പറയുന്നത് ക്ലോസർ ടു 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ n ഓഡ് ആവുമ്പോൾ 0 ആണ്. സിമിലർലി n ഈവൺ ആവുമ്പോഴും എന്താ വരിക? 1/1 + n². 0ന്റെ ക്ലോസർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോഴും നമുക്ക് റിസൾട്ടന്റ് ആയിട്ടുള്ള ആൻസർ 0 എന്ന് കിട്ടും. അപ്പൊ n ഈവൺ ആവുമ്പോഴും n ഓഡ് ആവുമ്പോഴും ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രൊഡക്റ്റ് ആൻഡ് സീക്വൻസിന്റെ 0 ആണ്. ഒരേ ഒരു ലിമിറ്റേ ഉണ്ടാവുന്നുള്ളൂ അല്ലെ. രണ്ട് ലിമിറ്റ് ഉണ്ടാവുന്ന സീക്വൻസിന്റെ ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് പറയാം? ഇത് കൺവേർജന്റ് ആണ് എന്ന് പറയാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് അത് ഫൈനൈറ്റ് ആണ്, 0 ആണ്. സോ ഇറ്റ് ഇസ് കൺവേർജന്റ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയില്ലെങ്കിലും ആക്ച്വലി പ്രശ്നമില്ല. മോർ ദാൻ ഒരു ഓപ്ഷൻ എന്തായാലും നമുക്ക് HSSTക്ക് വരുന്നില്ല. എനിവേ xn + yn ഇസ് കൺവേർജന്റ്. ഇതിൽ ഒരു റിസൾട്ട് ഉണ്ട്. ഒരു സീക്വൻസ് അത് ഡൈവേർജന്റോ അല്ലെങ്കിൽ ഓസിലേറ്ററിയോ മറ്റ് സീക്വൻസ് കൺവേർജന്റോ ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും സമ്മോ ഡിഫറൻസോ എടുത്തു കഴിഞ്ഞാൽ, അതായത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മൈനസ് ചെയ്യുന്നതോ എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും കൺവേർജന്റ് ആവില്ല. ഇവിടെ നോക്കൂ, x എന്ന് പറയുന്ന സീക്വൻസ് ക്ലിയർലി കൺവേർജന്റ് അല്ലെ. 1/1 + n² എന്ന് പറയുന്നത് എങ്ങോട്ടാണ് കൺവേർജന്റ് ആവുന്നത്? 0ലോട്ടാണ് കൺവേർജന്റ് ആവുന്നത്. ഇനി yn എന്ന് പറയുന്ന സീക്വൻസ് എന്താണ്? ഓസിലേറ്ററി സീക്വൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സമ്മോ അല്ലെങ്കിൽ ഡിഫറൻസോ എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്താവില്ല? അത് കൺവേർജന്റ് ആവില്ല. അപ്പൊ C എന്ന് പറയുന്ന ഓപ്ഷനും റോങ് ആണ്, D എന്ന് പറയുന്ന ഓപ്ഷനും റോങ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ഓഫ് 8th ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ B. സീക്വൻസ് xn × yn ഇസ് കൺവേർജന്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത് MCQസിൽ ലിമിറ്റ് ഇൻഫോം സുപ്രീമോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടീസ് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാലൊക്കെ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.